ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കരീന. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള ആദ്യ ഏകദിന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ ടീം ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. 4 വിക്കറ്റിൻ്റെ ഒരു വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ളത്. വിരാട് കോഹ്ലിയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ളത്. അർഹിച്ച ഒരു സെഞ്ചുറി അദ്ദേഹത്തിന് നഷ്ടമായിട്ടുണ്ട്. 93 റൺസാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. 8 ഫോറുകളും ഒരു സിക്സറും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. വഡോദരയിലെ പുത്തൻ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടന്നത്. രോഹിത് ശർമ്മ ഔട്ടായതിനു ശേഷമായിരുന്നു വിരാട് കോഹ്ലി കളിക്കളത്തിലേക്ക് വന്നത്. ആ സമയത്ത് വലിയ രൂപത്തിലുള്ള ഒരു കരഘോഷം ആരാധകർ മുഴക്കിയിരുന്നു. അതായത് വലിയൊരു വരവേൽപ്പായിരുന്നു ആ സമയത്ത് വിരാട് കോഹ്ലിക്ക് ലഭിച്ചിരുന്നത്. മത്സരശേഷം ഇതേക്കുറിച്ച് കോഹ്ലിയോട് ചോദിക്കുകയും ചെയ്തു. അതായത് താങ്കൾ ഇറങ്ങിയപ്പോൾ വലിയൊരു കരഘോഷം ലഭിച്ചുവല്ലോ, അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നായിരുന്നു കോഹ്ലിയോട് ചോദിച്ചത്. എന്നാൽ അതൊരു നല്ല കാര്യമല്ല എന്നാണ് കോഹ്ലി പറഞ്ഞിട്ടുള്ളത്. MS ധോണിക്കും തൻ്റെ കരിയറിൽ ഇത്തരത്തിലുള്ള ഒരു അനുഭവമുണ്ട്. ഔട്ടായി പോകുന്ന താരത്തിന് അതൊരു നല്ല കാര്യമായിരിക്കില്ല എന്നാണ് കോഹ്ലി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സത്യം പറഞ്ഞാൽ അതൊരു നല്ല കാര്യമായിക്കൊണ്ട് എനിക്ക് തോന്നുന്നില്ല. ധോണിക്കും അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. ഔട്ടായിക്കൊണ്ട് പുറത്തു പോകുന്ന താരത്തിന് അത് നല്ല ഒരു അനുഭവമായിരിക്കില്ല. ആരാധകരുടെ എക്സൈറ്റ്മെന്റ് എനിക്കറിയാം, പക്ഷെ ഞാൻ അതിന് പ്രാധാന്യം നൽകുന്നില്ല. മത്സരത്തിൽ മാത്രമാണ് എൻ്റെ ശ്രദ്ധ. ഒരുപാട് സന്തോഷമുള്ള മുഖങ്ങൾ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്, അത് എന്നെയും സന്തോഷപ്പെടുത്തുന്നു. ഇതാണ് മത്സരശേഷം കോഹ്ലി പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു താരം ഇറങ്ങി വരുമ്പോൾ വലിയ കരഘോഷം മുഴക്കുന്നത് നല്ല കാര്യമല്ല, അതിനെ താൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അതിന് താൻ ശ്രദ്ധ നൽകുന്നില്ല എന്നൊക്കെയാണ് കോഹ്ലി പറഞ്ഞിട്ടുള്ളത്. കാരണം ഔട്ടായി പോകുന്ന ആ ഒരു താരത്തിന്റെ മാനസികാവസ്ഥ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് കോഹ്ലി ഈ ഒരു സന്ദേശത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും തൻ്റെ കരിയറിലെ 71ാമത്തെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരമാണ് കോഹ്ലി സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള താരം അത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. 76 പോട്ടിയം അവാർഡുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. വിരാട് കോഹ്ലി അതിന് തൊട്ടു പിറകിലുണ്ട്. 71 തവണയാണ് കോഹ്ലി പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.